പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഞാൻ നരിപ്പറ്റ പഞ്ചായത്തിലെ തിനൂരാണ് എൻ്റെ വീട്. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലോ. ചെറിയ 3 വയസ്സുള്ള കുട്ടികൾ മുതൽ 10ഉം 18ഉം 20ഉം വയസ്സുള്ള കുട്ടികൾ വരെ നിരന്തരം ഫോൺ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു ദയനീയമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ചുരുക്കി പറയാം, എൻ്റെ വിഷയത്തിലേക്ക് വരാം. എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരിയുടെ മകൻ ഫോണിൽ നിന്നും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരിയുടെ മകനുണ്ട്, എൻ്റെ മകനും ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഉമ്മ, ഈ കുട്ടി എന്തൊക്കെയോ കളിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും റൂമിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ കുട്ടി കളിക്കുന്ന അവസ്ഥ കണ്ട് എല്ലാവരും ഞെട്ടി എന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി. കുട്ടിയെ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അടുത്ത് എത്തിച്ചു. ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ലാസ്റ്റ് വിധി എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, നിരന്തരമായി ആ ഫോൺ ഉപയോഗം കുട്ടിയുടെ ശരീരത്തിലേക്ക് റേഡിയേഷൻ കയറി തലച്ചോറിനെ ബാധിച്ചു അപസ്മാര രോഗം ഇളകിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിപ്പോയി. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളോട് പരമാവധി ഫോൺ ഉപയോഗം പരമാവധി കുറക്കാൻ പറയുക. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഗുളിക കുടിച്ച് കഴിയേണ്ട ഒരവസ്ഥ വരുമെന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് പല സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലാതെ ഞങ്ങളുടേതായ മുമ്പിൽ നിന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. പടച്ചവൻ തുണക്കട്ടെ. ഈ വല്ലാത്തൊരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ മാതാപിതാക്കളുടെ ശ്രദ്ധയും പരമാവധി ഈ കുട്ടികളുടെ മേൽ ഉണ്ടായിരിക്കുന്നതും വളരെ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ മക്കൾക്ക് ഫോൺ കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെങ്കിൽ അതിനൊരു കൺട്രോൾ വെച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കുട്ടികളെ പരമാവധി ഫോണിൽ നിന്നും അകറ്റി നിർത്തുക. പല കളി സാധനങ്ങളും കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികളെ അതിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുക. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവരും നിങ്ങൾ ദയവ് ചെയ്ത് മരണത്തെ വില കൊടുത്ത് വാങ്ങാതിരിക്കുക. എന്തിനാണ് ഈ ജീവിതം ഇങ്ങനെ കളഞ്ഞു കൂട്ടുന്നതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.